ശ്രീ എൻ ഹരിദാസ്, CPM-ന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് അങ്ങനെയായിരുന്നു. താങ്കൾക്കും അറിയാലോ, അന്ന് റവാഡ ചന്ദ്രശേഖരനെ പ്രതി ചേർത്തു, അദ്ദേഹത്തെ വേട്ടയാടി 2012 വരെ അദ്ദേഹം നിയമയുദ്ധം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ അതിനെ വളരെ ലാഘവത്തോടെ, വളരെ ലഘൂകരിച്ചിട്ടാണ് ആ വിഷയത്തെ ഇന്ന് അവതരിപ്പിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ. എന്തായാലും പാർട്ടി അണികൾക്ക് ഇടയിൽ അമർഷം ഇല്ലേ? അവരുടെ പ്രതിനിധി എന്ന നിലയിലല്ലേ പി ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ചത് ഇന്ന്? അനിൽജി, 1994 നവംബർ 25 കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ മറന്നാലും DYFIയുടെ പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ മറക്കാൻ കഴിയില്ല. കേരളത്തിലെ അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ അക്രമ പരമ്പര സൃഷ്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു ആ കൊലപാതകത്തിന് ശേഷം നടന്ന കേരളത്തിലെ അക്രമങ്ങൾ. ഞങ്ങൾക്കറിയാം, അന്ന് രവദ ചന്ദ്രശേഖരൻ തലശ്ശേരിയുടെ ASP ആയിരുന്നു. അദ്ദേഹം സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നല്ല കഴിവുള്ള പോലീസ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളാരും അദ്ദേഹം മോശമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പഴഞ്ചൊല്ലുണ്ട്, നമുക്കറിയാം, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ, കൊന്നതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെ ആദ്യം മോശമാന്ന് പറയുന്ന ഇവര് തന്നെയാണ്, ഇപ്പൊ നല്ലതാന്ന് പറയുന്ന ഇവര് തന്നെയാണ്. അവരെന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ കഴിവിനെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിലോ ഞങ്ങൾക്കാരും സംശയമില്ല. കാരണം UPSC പരീക്ഷ എഴുതിയിട്ടാണ് IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത്. വളരെ സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്, നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ മലക്കം മറിയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ 5 അണികളെ വെടിവെച്ച് കൊന്നത് അതിന് ഉത്തരവാദി രവദ ചന്ദ്രശേഖരൻ അടക്കമുള്ള പോലീസ് സംഘമാണെന്ന് പറഞ്ഞ് കൂത്തുപറമ്പില് 25 തീയതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ മാർച്ചില് പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർക്ക് അവിടെ പുറത്തു നിൽക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ അടച്ചു പൂട്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒളിവ് പോയിരുന്നു എന്ന് പറയുന്ന MV രാഘവനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ അന്ന് DYFIയുടെ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രനായിരുന്നു, MV ജയരാജന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെയുള്ള സംഘമാണ് അന്ന് ഒരു ബദൽ രേഖയുടെ പേരിൽ പുറത്താക്കിയ MV രാഘവൻ ഒരു സഹകരണ മന്ത്രിയായി വന്നപ്പോ പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ കൊല്ലാൻ ശ്രമിച്ചതും 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് 30 വർഷമാ ആര് കടന്ന് പുഷ്പൻ കടന്നത്, ശരശയിൽ കടന്നത്. 30 വർഷം ശരശയിൽ കടന്ന പുഷ്പൻ 30 വർഷം കിടക്കുമ്പോഴും ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് സമരത്തിനുണ്ടായിരുന്ന MV ജയരാജൻ ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ ജില്ലാ സെക്രട്ടറി MV രാഘവന്റെ ചരമദിനത്തിൽ പങ്കെടുക്കുകയും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഒരേ സമയത്ത് പങ്കെടുക്കുന്ന CPM നേതാവാണ്. അത് പാർട്ടി അറിയാതെയാണോ പോയിട്ടുള്ളത്? MV രാഘവന്റെ മരണശേഷം ആ മരിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ശവശരീരത്തിന് വേണ്ടി CPM-ന്റെ നേതാക്കന്മാർ മത്സരമായിരുന്നു. CMP നേതാക്കന്മാരെയും UDF നേതാക്കന്മാരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. അതുവരെ UDF-നുണ്ടായി MV രാഘവൻ മരിച്ചപ്പോ ആ ശവശരീരത്തിന് വേണ്ടി മത്സരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസുകൾ പിടിച്ചടക്കി. അദ്ദേഹം ഇവർക്ക് നല്ല പള്ളിയായി മാറിയിട്ടുണ്ട്. ഇപ്പൊ രവദ ചന്ദ്രശേഖരൻ നല്ല പള്ളിയാണല്ലോ. സ്വാഭാവികമായിട്ടും അന്ന് മരണപ്പെട്ട MV രാഘവന്റെ ബോഡി കൊണ്ടുപോയത് ആരാണ്? CPM നേതാക്കന്മാരല്ലേ. അവരുടെ ഈ അനുസ്മരണ പരിപാടി നടത്തുന്നത് വർഷാവർഷമാരാണ്, CPM നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നത്, CMPയുടെ നേതാക്കന്മാരല്ല. അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതാരാണ്? CPM ആണ്. അല്ല, എല്ലാവിധ പരിവേഷങ്ങളും പറഞ്ഞതൊക്കെ മറന്നു പോകുന്ന ഒരു പാർട്ടിയാണ് CPM എല്ലാ കാലത്തും. ഇപ്പം എനിക്ക് തോന്നുന്നു പി ജയരാജൻ, PJ ആർമിയും അതോടൊപ്പം തന്നെ ഈ അണികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അണികളുടെ പക്ഷത്ത് ചേരുകയും MV ജയരാജനും ഗോവിന്ദ മാഷൊക്കെ പാർട്ടി പക്ഷത്തുമാണുള്ളത്. പൊതുവേ നമുക്കറിയാം ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ PJ രാജനെ മൂലക്കിരുത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അദ്ദേഹം ഒരു കമന്റ് പുറത്ത് വന്നിട്ടുള്ളത് MV രവദ ചന്ദ്രശേഖരന്റെ പേരിൽ. കാരണം അദ്ദേഹം സമർത്ഥനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഞങ്ങളാരും അദ്ദേഹം മോശമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ DGP ആകുന്നതിന് ആർക്ക തടസ്സം? ആരാണ് എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ഇവര് തന്നെയാണ് ഒരു കാലത്ത് മോശമെന്ന് പറയുന്നത്, ഇപ്പൊ നല്ലതാന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. അപ്പൊ ഈ 5 സഖാക്കളെ വെടിവെച്ചതിന്റെ ഉത്തരവാദി രവദ ചന്ദ്രശേഖരാന്ന് ഇന്നലെ വരെ പറഞ്ഞവർ, സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയവർ, ഇപ്പോ വിദേശ സർവകലാശാലകൾ പോലും കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ്? ഇപ്പൊ DYFI ഇവിടെ പോയി. DYFIക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്? ആ വെടിയേറ്റ് മരിച്ച സഖാക്കൾ 30 വർഷം കടന്ന ഈ പുഷ്പനെ പോലെയുള്ള ആളുകൾ എന്ത് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അവരെയൊക്കെ സത്യത്തില് മറന്നുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. അപ്പൊ CPM-ന്റെ അണികളിൽ വലിയ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കറിയാം. കാരണം രവദ ചന്ദ്രശേഖരൻ കണ്ണൂർ തലശ്ശേരി ASP ആയിരുന്നു.
എനിക്ക് നല്ലവണ്ണം അറിയാം. അദ്ദേഹം ഇല്ലത്തായ അവിടെ താമസിച്ചപ്പോ അദ്ദേഹം CPM-നെതിരെ ഒരു നിലപാട് അന്നേ എടുത്തിരുന്നു. ആ കോൺഗ്രസിന്റെ കരുണാകരന്റെ ഭരണത്തില് CPM-ന്റെ അണികൾ തെമ്മാടിത്തം കാണിച്ചപ്പോൾ അവരെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോയി അവരെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് രവതാ ചന്ദ്രശേഖരന്റെ ഭാര്യ മാത്രം വീട്ടിലുണ്ടാവുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് വീട്ടിൽ വിളിച്ചിട്ട് ഉടുമുണ്ട് കഴിച്ച് കാണിച്ചു കൊടുത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് രണ്ടുപേരെ പിടിച്ചു കൊണ്ടുപോയിട്ടും ഈ കൊടിയ മർദ്ദനമാണ് കൊണ്ടുപോകുന്നത്. അന്ന് കിട്ടിയത് പോലീസിന്റെ ഇത്. പോലീസ് എല്ലാ വൈരാഗ്യവും അവരോട് തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും പോലീസിനെതിരായിട്ട് ഒരു നടപടി എടുക്കാനും സാധിച്ചിട്ടില്ല. ആ ഗവൺമെന്റിനെതിരായിട്ട് അണികളെ തൃപ്തിപ്പെടുത്താൻ ചില പൊടിക്കൈകൾ ഉപയോഗപ്പെടുത്തുന്നതിന് അപ്പുറത്തായിട്ട് എന്ത് നയമാണ് ഇവർക്കുള്ളത്? എന്ത് നിലപാടുള്ളത്? ഒരു നിലപാടുമില്ല. CPM-ന് കേരളത്തിൽ ഒരു നിലപാടുമില്ല, കണ്ണൂർ ജില്ലയിൽ ഒരു നിലപാടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അണികൾ ഞാൻ പറഞ്ഞില്ലേ, വെടിയേറ്റ് മരി കിടന്നിക്കുന്ന ശരശയ്യയിൽ കടന്നിട്ട് 30 വർഷം ദുരിതയാതന അനുഭവിച്ചിട്ടുള്ള പുഷ്പനെ പോലെ ആൾ കിടക്കുമ്പോഴാണ് MV ജയരാജൻ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ MV രാഘവന്റെ ചരമദിനത്തിൽ പങ്കെടുക്കുന്നതും. ഈ ഉളുപ്പും തൊലിക്കട്ടിയും ആർക്കാണ് ഉണ്ടാവുക? ആർക്കാണ് ഈ തൊലിക്കട്ടി കിട്ടുക? നിങ്ങൾ നോക്കൂ, ഈ അണികൾ വെടിയേറ്റ് കിടക്കുന്ന ഒരു ശരശയെ കിടക്കുക, മൂത്രവും മലവും ഒക്കെ പാവം ആ ബെഡിന് 30 വർഷം അതിൽ കഴിച്ചുകൂടേണ്ടി വന്ന ഒരു ഗതികേട് നമ്മൾ ആലോചിച്ചു നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രവർത്തകർക്ക് വേണ്ടി ആത്മവീര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്ത് ചാടി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അന്നത്തെ DYFI നേതാക്കളായ M സുരേന്ദ്രനും ആയിക്കോട്ടെ, MV ജയരാജൻ ആയിക്കോട്ടെ, മുഴുവൻ നേതാക്കന്മാരും ഇന്ന് CPM-ന്റെ നേതാക്കന്മാരാണ്. അവരൊക്കെ CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? എന്ത് വരണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? ശാസ്ത്രീയ കോളേജുകൾ വരണം. ഇവിടുത്തെ ശാസ്ത്രീയ കോളേജ് മാത്രമല്ല, വിദേശ സർവകലാശാലകൾ വരണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക. എത്ര കോളേജുകൾ ഇന്ന് CPM-ന്റെ അണ്ടറിലുണ്ട്? എത്ര ശാസ്ത്രീയ കോളേജുകൾക്ക് CPM അംഗീകാരം കൊടുത്തിട്ടുണ്ട്? അപ്പൊ CPM എല്ലാ നിലപാടുകളും മാറിയിട്ടുണ്ട്. MV രാഘവനോട് നിലപാട് മാറ്റിയിട്ടുണ്ട്, രവതാ ചന്ദ്രശേഖരനോട് നിലപാട് മാറിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായി നിലപാട് മാറ്റുന്നത് എല്ലാവർക്കും അറിയാം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്, അതായത് സർക്കാരിൻ്റെ നയം നിലപാട് ഒക്കെ മാറും, അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. CPIയെ സംബന്ധിച്ചിടത്തോളം MR അജിത് കുമാർ വരരുത്, ആ ഒരൊറ്റ നിർബന്ധം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ സർക്കാർ നിലപാട് മാറും, പാർട്ടിയുടെ നിലപാട് മാറും, സമീപനം മാറും, അതിലൊന്നും അതിശയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, CPIക്ക് ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് കേരളത്തിലെ CPM. നമുക്കറിയാം, മാതാക്കി ജയ് വിളിച്ച ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ വരെ വിളിപ്പിച്ചു, നമ്മൾ സംഘപരിവാർ വിളിപ്പിച്ചു എന്ന് ഇപ്പം പറയുന്നത്. ഇപ്പൊ പൊതു മധ്യത്തിലെല്ലാം പറയുന്നത് നമുക്കറിയാം, വാട്സപ്പിലൊക്കെ വരുന്നത് സംഘപരിവാർ ഉരുവിട്ട മന്ത്രം ഇപ്പോൾ CPI ഒരു നിലപാടുമില്ലാത്ത ഒരു പാർട്ടിയാണ് CPI. എല്ലാവർക്കും അറിയാം. രവതാ ചന്ദ്രശേഖരൻ ഇപ്പം വരുമ്പോൾ അവർക്ക് ഒരു നിലപാടിന് ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ വരാൻ പാടില്ല, മറ്റുള്ളവർ വരാൻ പാടില്ല, അജിത് കുമാർ വരാൻ പാടില്ല. CPIക്ക് നിലപാട് അജിത് കുമാർ വേണമെന്നാണ് CPM-ന്റെ നിലപാട്. അങ്ങനെ നിലപാടുള്ള പാർട്ടിയാണ്. പക്ഷേങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നിലപാടും ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി. കണ്ണൂർ ജില്ല അണികളോട് എന്ത് പറയും? 5 പേരെ കൊലക്ക് കൊടുത്ത ഒരു പാർട്ടി ആരാണ്? CPM-ആണ്. DYFIയുടെ സമരവീര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു. CPM ഇനി DYFI സമരത്തിന് ആരെയും കിട്ടുമോ? കാരണം എന്ത് പ്രതീക്ഷയാണ് അവർക്കുള്ളത്? ഇന്നലെ വരെ പറഞ്ഞത് വിഴുങ്ങുന്ന ഒരു പാർട്ടി, ഒരു യുവജന വിഭാഗമായിട്ട് DYFI മാറുന്നു, ആ പാർട്ടി മാറുകയാണ്. അതുകൊണ്ട് രവതാ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഞങ്ങളാരും എതിർത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്, കഴിവുള്ളവരാണ്. കഴിവുള്ളതുകൊണ്ടാണ് കേന്ദ്ര ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ IB-യിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവിനെ ആരെ കുറച്ച് പറയുന്നത്? ആരും പറയുന്നില്ല. പക്ഷെ നിലപാടെടുത്തതാരാണ്? ഗവൺമെന്റ് എടുത്ത നിലപാട്. ആ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതാരാണ്? ഇതേ ഗവൺമെന്റാണ് പറയുന്നത്, ഇതേ പാർട്ടിയാണ് പറയുന്നത്. ഇപ്പം നല്ല പള്ളിയായി രവതാ ചന്ദ്രശേഖരൻ. അന്ന് മോശക്കാരാണ്. അന്ന് അണികളോട് പറഞ്ഞത് എങ്ങനെയാ? അദ്ദേഹത്തെ കേസിൽപ്പെടുത്തിയില്ലേ? അദ്ദേഹം MV രാഘവനും അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതി പോയിട്ടാണ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുവരെ എല്ലാ കേസിലും അദ്ദേഹത്തിനെ പോലെ ആളുകൾക്ക് കുറച്ച് മാസങ്ങൾ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കണ്ണൂരില് എനിക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടൊക്കെ പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി CMB നേതാക്കന്മാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാനടക്കം പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. CM ബാലകൃഷ്ണനെ പോലെ ആളുകളൊക്കെ കൂട്ടാൻ പോയി ഞങ്ങളാണ് അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് CMB-യുടെ കുറെ നേതാക്കന്മാരെ ഞങ്ങളൊക്കെ പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളൊക്കെ കാരുണ്യം കൊണ്ടാ. പക്ഷേ ആ കാരുണ്യം അവർ മറന്നുപോയി. കാരണം എന്താ? ഇന്ന് CPM-ന്റെ കൂടെ പോയി അവര്. നിലപാട് CPM-നും ഇല്ല, CMB-ക്കും ഇല്ല, ഒരാൾക്കുമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ചുവന്ന കൊടിക്ക് ഒരു നിലപാടില്ലാത്ത ഒരു കൊടിയാണ് ചുവന്ന കൊടി എന്ന് മനസ്സിലായി. CPI ആയിക്കോട്ടെ, CMB-ക്ക് ആയിക്കോട്ടെ, CPM-നായിക്കോട്ടെ, ഒരു നിലപാടുമില്ലാത്ത പാർട്ടിയാണ് ഇവരൊക്കെ.
അതുകൊണ്ട് ഇവരുടെ നിലപാടിന്റെ മാറ്റത്തില് ആർക്കും ഒരു വലിയൊരു അതിശയമൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അതിശയപ്പെടേണ്ട ആവശ്യമില്ല. എം.വി. രാഘവൻ ജീവിച്ച് മരണത്തിനും ആ മരണത്തിന് ശേഷമുള്ള നിലപാടുകളും അവരെ മകനോടെടുത്ത നിലപാടുകൾ, ഈ പറയുന്ന കൊലക്ക് കൊടുത്ത ആളുകൾക്കും അതിന്റെ നിലപാടുകൾ, ഈ കൊല്ലപ്പെട്ടവരൊക്കെ പാവങ്ങളായിരുന്നു. അവർ നേതാക്കന്മാരല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ഇപ്പോൾ ഒരു കടപ്പാട് CPM-നില്ല. എം സുരേന്ദ്രനുമില്ല, എം വി ജയരാജനുമില്ല, DYFI നേതാക്കന്മാർക്കുമില്ല. എത്ര 500ഓളം ബസ്സുകൾ, നമുക്കറിയില്ല, 500ഓളം ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ കത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ കണ്ണൂരിലെ വിഷചികിത്സാ കേന്ദ്രം MV രാഘവൻ തുടങ്ങിയത് കൊണ്ട് അത് കത്തിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസുകളും ഗവൺമെന്റ് ഓഫീസുകളും കത്തിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നത്? പാമ്പ് മുതൽ പാമ്പുയെ, കീരിയെയും, മണ്ണാനെയും, മലയണ്ണാനെയും എല്ലാം ചുട്ടുകരിച്ചിട്ടില്ലേ? ആ ചുട്ടുകരിച്ച പാർട്ടി ഇപ്പം പൊതുസമൂഹത്തോട് പറയുകയാണ് ഇവരൊക്കെ നല്ലവരാണെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ചുട്ടുകരിച്ച ഈ സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം നടത്തിയതിനാ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാ പാർട്ടി? അത് പൊതുസമൂഹത്തോട് പറയണ്ടേ? എന്നാൽ ഞങ്ങൾക്ക് അന്ന് തെറ്റ് പറ്റിയതാണ് എന്ന് പറയണ്ടേ? ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാത്ത ഇവരെ അറ്റ്ലീസ്റ്റ് DYFI പ്രവർത്തകന്മാരോട് മാപ്പ് ചോദിക്കണം. ഞാൻ പറയുന്ന MP ഗോവിന്ദനും മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് പ്രവർത്തകന്മാരോട്, എം സുരേന്ദ്രൻ അടക്കം ആളുകൾ ഒന്ന് പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നില്ലെങ്കിലും താങ്കൾ നിങ്ങളെ ഇറക്കി വിട്ടാൽ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു എന്നെങ്കിലും പറയണം അറ്റ്ലീസ്റ്റ്. കാരണം അവരെയൊക്കെ സമരമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ എല്ലാ നിലപാടുകളും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലപാട് മാറ്റം ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു നിലപാടുമില്ലാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിലൊരു സംശയം ഞങ്ങൾക്ക് തോന്നില്ല. ഞങ്ങൾ ഈ പുതിയ DGP-യെ 100% അംഗീകരിക്കുക. നല്ല സമർത്ഥനാണ്, നമുക്ക് കഴിവുള്ളവരാണ്, നമുക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നം ആർക്കാണ്? CPM-നും ഭരണകർത്താക്കളുടെ പ്രശ്നമുണ്ടായേ. അവർ ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തുന്നു, അത്ര തന്നെയുള്ളൂ.